എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സുസ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ വേമ്പൂർ മന എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു മനയുണ്ട്. അവിടെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബയോമെക് 40L ആണ്. ഇവിടെ 2 പശുക്കളെ ഇവിടെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ചാണകവും അതുപോലെ ഗോമൂത്രം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ലെങ്തി വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 40L എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ ശരിക്കും 20 കിലോ ചാണകവും 20 ലിറ്റർ ഗോമൂത്രവും നമുക്ക് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 2 പശുക്കൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ കിട്ടും. അതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഗ്യാസ് ഡൂം, ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഗ്യാസ് ഡൂം. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് റിപ്പ് ടൈപ്പിലാണ്. അതായത് ചെറിയ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വീണ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പിടിച്ചു നിൽക്കാവുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചില ചോദ്യങ്ങളിൽ ഒന്നാണ്, ഒരു പശുവോ 2 പശുവുള്ള വീടുകളിലേക്ക് ഈ മോഡൽ സൂട്ടബിൾ ആണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ മോഡൽ സൂട്ടബിൾ ആണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫാമുകൾ, ചിലപ്പോൾ ഒരു പശുവും അതുപോലെ തന്നെ കുറച്ച് കോഴിയോ കാടയോ അങ്ങനെ വളർത്തുന്ന ഫാമുകളുണ്ട് മിക്സ്ഡ് ആയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ആടുകൾ, അതേപോലെ അങ്ങനെ ചെറിയൊരു രീതിയിൽ സ്മോൾ സ്കെയിലിൽ നടത്തുന്ന ഫാമുകളിലേക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ എന്നുള്ള രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ മോഡൽ വെച്ച് വേറൊരു മോഡൽ കൂടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഫാമിലേക്ക്. അപ്പോൾ 2 മോഡലായിട്ട് വേണമെങ്കിൽ വെക്കാം. അതായത് ആദ്യത്തെ മോഡലിൻ്റെ എഫിഷ്യൻസി നോക്കിയിട്ട് രണ്ടാമത്തെ ഒരു മോഡൽ മേടിക്കുന്ന പോലെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അങ്ങനെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സജഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. ടോട്ടലി ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് പറ്റില്ല, ഫാമുകളിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം പറയും ഒരു ചെറിയ മോഡൽ വെച്ചതിന് ശേഷം അതിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മോഡൽ വെക്കാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മോഡൽസും അനേർട്ട് സുയിത്ത മെഷീൻ അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസോ PCB സംബന്ധമായിട്ടുള്ള ലൈസൻസിനോ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അംഗീകൃതമായിട്ടുള്ള മാനുഫാക്ചറിൽ നിന്ന് മേടിക്കുമ്പോൾ മാത്രമാണ് ഈ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് സാധാരണ ഒരു മാനുഫാക്ചറിൽ നിന്ന് മേടിക്കുമ്പോൾ ബില്ല് വെച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ സാങ്ഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അനർട്ട് സുയിത്ത മെഷീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോർട്ടൽ വിൻഡോ ആണ്. മാനുഫാക്ചറേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാങ്ഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ GST ബില്ല് തീർച്ചയായിട്ടും ചോദിച്ച് മേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ മോഡൽസ് ഒരുപാട് പേര് മോൾഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഈ മോഡൽ തന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോഡലിൽ ഞങ്ങളുടെ ബില്ല് ഫുള്ളായിട്ട് ലോഗോ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവോയ്സ് GST ഇൻവോയ്സ് ആയിരിക്കും. നമ്മുടെ കമ്പനിയുടെ പേര് ബയോമെക് എന്നാണ്. ആ ബയോമെക് എന്നുള്ള പ്രൊഡക്റ്റ് ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വഞ്ചിതരാവരുത്. അതിന് വേണ്ടിയിട്ടൊരു പ്രിക്കോഷൻ എടുക്കാനായിട്ടാണ് ഞാനത് മുന്നേക്കൂട്ടി വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ മോഡലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ്. നിങ്ങൾ ചാണകം നിറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോർട്ട് ചെയ്യാവുന്ന കൊമേഴ്ഷ്യൽ മോഡലാണ്. കൊമേഴ്ഷ്യൽ മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൂടുതലും വാട്ടർ ജാക്കറ്റ് മോഡൽസാണ്. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം. മെയിൻ്റെനൻസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ സീൽഡ് മോഡൽ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഒരുപാട് കമ്പാരിസൺ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് STP ETP സ്ലഡ്ജ് കണക്ട് ചെയ്യാൻ പറ്റുമോ, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫുഡ് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിനേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഒരു ചാണകക്കുഴിയോ അല്ലെങ്കിൽ ഒരു STP ടാങ്കോ ഉണ്ടെങ്കിൽ സ്ലഡ്ജിന് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സ്ലഡ്ജാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് വലിയ രീതിയിലുള്ള pH ചേഞ്ച് ചെയ്യാത്ത സ്ലഡ്ജാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ പറയുന്നത് ഫിക്സഡ് മോഡലിലാണെങ്കിൽ പോലും പോർട്ടബിളും ചെറിയ തോതിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൗഡങ്ങ് നിങ്ങൾക്ക് ഒഴുകി ഇതിലേക്ക് എത്തണം. ഫസ്റ്റ് തൊഴുത്ത് കഴുകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിക്സ് കറക്റ്റായിട്ട് ഇതിൽ ഒഴുകി എത്തണമെങ്കിൽ ഇത് ബറി ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് തൊഴുത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇത് കുഴിച്ച് ഒരു സ്ലാൻഡിങ് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് രീതിയിലാണല്ലോ നമ്മൾ എന്തായാലും തൊഴുത്ത് പണിയുന്നത്. ആ സ്ലോപ്പ് കണക്കാക്കിക്കൊണ്ട് പ്ലാന്റ് നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് കഴുകുന്ന വെള്ളം ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ട പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസിനറേറ്റർ സോളാർ വിഭാഗത്തിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് നമുക്ക് ഡെമോളിഷ് ചെയ്ത് കളയാൻ പറ്റുന്നൊരു സാധനമാണ് ഇൻസിനറേറ്റർ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ ഫ്രം ഫ്രെഡി.